ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാൻ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പം ഞാൻ ഇന്ന് എൻ്റെ ഫേവറേറ്റ് ഒരു ഫുഡ് ഐറ്റമാണ് ഉണ്ടാക്കുന്നത്, ചപ്പാത്തി നൂഡിൽസ്. ചപ്പാത്തി കഴിച്ച് മടുത്തവരായിരിക്കും നമ്മൾ പലരും അല്ലേ. അപ്പോൾ പിന്നെ ചപ്പാത്തി മാറ്റി പിടിച്ചിട്ട് നമുക്കൊരു ചപ്പാത്തി നൂഡിൽസ് ആക്കിയാലോ ഗായ്സ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു പാൻ എടുത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് 2 സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 2 സവാള കട്ട് ചെയ്ത് അതിലേക്ക് ഇട്ടു. പിന്നെ ഒരു ക്യാരറ്റുമാണ് ഇട്ടിട്ടുള്ളത്. അതങ്ങനെ നന്നായിട്ട് ഇങ്ങനെ വഴറ്റി കൊടുക്കണം ഗൈസ്. ഇടയ്ക്കൊന്ന് എടുത്ത് കഴിച്ച് നോക്കണം കേട്ടോ, വഴറ്റിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ. അപ്പോൾ അത് വഴണ്ട ശേഷം അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണ് മുളക് പൊടിയും പിന്നെ 1/2 ടീസ്പൂണ് നമ്മുടെ കുരുമുളക് പൊടിയും കൂടാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത്. അങ്ങനെ അത് നല്ല പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക ഗായ്സ്. പിന്നെ ഞാനൊരു 2 മുട്ടയാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്യാരറ്റും ഉള്ളിയും ഒരു സൈഡിലേക്ക് ആക്കിയിട്ട് ഞാൻ അതിലേക്ക് 2 മുട്ടയും കൂടെ പൊട്ടിച്ചിട്ടിട്ടുണ്ട്, കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നിങ്ങൾക്ക് മുട്ട വേണമെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പം അല്ലാതെ വേണമെങ്കിൽ നിങ്ങൾക്ക് മുട്ട സെപ്പറേറ്റ് എടുത്ത് ഇങ്ങനെ ആക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ നമുക്ക് വേണമെങ്കിലും ചിക്കി അങ്ങനെ വേണമെങ്കിലും ഇടാം കേട്ടോ. ഞാനപ്പം 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതപ്പം എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ചില ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് ടൊമാറ്റോ തന്നെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നത്. പക്ഷേ ഞാൻ ടൊമാറ്റോ കെച്ചപ്പാണ്, എനിക്ക് കച്ചപ്പിൻ്റെ ആ ഒരു ടേസ്റ്റാണ് ഒന്നുകൂടെ ഭയങ്കര ഇഷ്ടം. എന്തോ എനിക്കറിയില്ല, ഇപ്പം ഞാൻ കച്ചപ്പേ കയറി പിടിച്ചേക്കാണ്. കാരണം ഇപ്പോൾ എന്ത് കഴിച്ചാലും എനിക്ക് കച്ചപ്പ് വേണം കഴിച്ച്, ഭയങ്കര ഇഷ്ടമാണ് എനിക്കിപ്പോൾ ടൊമാറ്റോ കെച്ചപ്പ് കേട്ടോ. അങ്ങനെ കെച്ചപ്പ് കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ട് വഴറ്റിയെടുത്തു. ഞാനൊരു 4 ചപ്പാത്തിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പം നമുക്ക് അത് ഏത് സൈസിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. എന്നാലും ഒരു ചെറിയ പീസാക്കുന്നതായിരിക്കും നല്ലത്. ഒരുപാട് വലിയ പീസാക്കാതെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. അങ്ങനെ ഞാൻ അതും പാനിലേക്ക് അങ്ങോട്ട് തട്ടി കൊടുത്തു. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ കണ്ടിട്ടുണ്ട് ചിലവർ ഇത്രയും മസാല ആകുമ്പോൾ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അതിലേക്ക് ചപ്പാത്തി ഇട്ട് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. എനിക്കങ്ങനെ എല്ലാം കൂടെ കുഴഞ്ഞിരിക്കുന്നതിനോട് താല്പര്യമില്ല. എനിക്കല്ലാതെ തന്നെ ഇങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കുന്നതാണ് ഇഷ്ടം. അതിനാണ് ടേസ്റ്റും കൂടുതൽ കേട്ടോ. അപ്പോൾ എനിക്കറിയില്ല, വെള്ളം ഒഴിച്ച് ഞാൻ കഴിച്ചിട്ടില്ല. പക്ഷേ എനിക്കിങ്ങനെ വെള്ളം ഒഴിക്കുന്നതിനോട് താല്പര്യമില്ല. അല്ലാതെ തന്നെ ചപ്പാത്തി ഇട്ട് കൊടുത്ത് ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് അങ്ങനെ കഴിക്കുന്നതാണ് എനിക്ക് ഇഷ്ടം കേട്ടോ. അപ്പം നല്ല അടിപൊളി ഒരു ഐറ്റമാണ് ഗൈസ് ഈ ചപ്പാത്തി നൂഡിൽസ്. ഞാൻ വെറുതെ പറയുകയല്ല, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ രാവിലെയൊക്കെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തി ആണെങ്കിൽ എന്തായാലും അധികമൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് വെറുതെ ഒന്നും കളയേണ്ട ആവശ്യമില്ല ഗൈസ്. ഇതുപോലെ ചപ്പാത്തി നൂഡിൽസ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി സൂപ്പർ ഐറ്റമാണ്, ഞാൻ വെറുതെ പറയല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പം എല്ലാവരും എൻ്റെ വീഡിയോ ചെയ്തിട്ട് ഇഷ്ടമായിട്ട് വീഡിയോ ചെക്ക് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം ഗായ്സ്. അപ്പോൾ എൻ്റെ ഓരോ വീഡിയോ ഒക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യണം ഗായ്സ്. അപ്പോൾ ടാറ്റാ.